പാട്ടിൻ്റെ പാലാഴി തീർക്കുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 പുതിയ റൗണ്ട് ആരംഭിച്ചിരിക്കുന്നു. അതും മുൻ സീസണായ സീസൺ 9 താരങ്ങളെ ഉൾപ്പെടുത്തി. സ്റ്റാർ സിംഗർ സീസൺ 10ലെ 18ാമത്തെ റൗണ്ടാണ് നിലവിൽ ആരംഭിക്കുന്നത്. ഈ സീസണിലെ 2ാം പകുതിയിൽ 7ാമത്തെ റൗണ്ടും. ഈ റൗണ്ടിൽ മുൻ റൗണ്ടിൽ ഇല്ലാതിരുന്ന വിധു പ്രതാപ് ഷോയിൽ തിരികെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, അതിഥിയായി പ്രമുഖ ഗായകനായ ശ്രീനിവാസൻ സർ ഈ റൗണ്ടിൽ എപ്പിസോഡുകളുടെ ഭാഗമാകുന്നുണ്ട്. പുതിയ റൗണ്ട് ജൂനിയർ വേഴ്സസ് സീനിയർ എന്നാണ്. നിലവിലെ മത്സരാർത്ഥികൾ മുൻ സീസണിലെ ഒരു മത്സരാർത്ഥിക്കൊപ്പം പെർഫോം ചെയ്യണം എന്നതാണ് ഈ റൗണ്ട്. ഇതോടെ കഴിഞ്ഞ സീസണിലെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളെ സ്റ്റാർ സിംഗർ വേദിയിൽ കാണാൻ പ്രേക്ഷകർക്ക് സാഹചര്യം ഒരുങ്ങുന്നു. 3 എപ്പിസോഡുകളിലായിട്ടാണ് ഈ റൗണ്ട് അവസാനിക്കുക. ഈ റൗണ്ടിലെ ആദ്യ എപ്പിസോഡ് ഫെബ്രുവരി 1-ാം തീയതി ഞായറാഴ്ച സംപ്രേഷണം ചെയ്ത 57ാം എപ്പിസോഡാണ്. ഈ എപ്പിസോഡിലെ 4 പെർഫോമൻസുകൾ ഇങ്ങനെ: ഗുരുകുലത്തിൽ നിന്ന് ഗായത്രി മേനോൻ മുൻ സീസണിലെ ഭവിനുമൊത്തുള്ള പെർഫോമൻസിൽ 98.5 മാർക്കും, വിധുരാജ് മുൻ സീസണിലെ അനുശ്രീക്കൊപ്പമുള്ള പെർഫോമൻസിൽ 99.5 മാർക്കും നേടി. ആകെ 198 മാർക്ക് ഗുരുകുലം നേടി. കോൺവെന്റ് സ്കൂളിൽ നിന്ന് വൈശാഖൻ മുൻ സീസണിലെ ബൽറാമുമൊത്തുള്ള പെർഫോമൻസിൽ 99.5 മാർക്ക് നേടി. കൃഷ്ണശ്രീ മുൻ സീസണിലെ വിന്നർ അരവിന്ദുമൊത്തുള്ള പെർഫോമൻസിൽ 100 മാർക്കോടെ ഗോൾഡൻ സ്റ്റാർ നേടി. ഈ സീസണിലെ കൃഷ്ണശ്രീയുടെ 10ാമത്തെ ഗോൾഡൻ സ്റ്റാറാണിത്. കോൺവെന്റിന്റെ ആകെ സ്കോർ 199.5 മാർക്കായി. അതോടെ ഈ എപ്പിസോഡിലെ വിജയം കോൺവെന്റ് കൈപ്പിടിയിൽ ഒതുക്കി. എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമറായി കൃഷ്ണശ്രീ തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ ആഴ്ചയിലെ ബെസ്റ്റ് പെർഫോമേഴ്സായി വിധുരാജും കൃഷ്ണശ്രീയും തെരഞ്ഞെടുക്കപ്പെട്ടു. ഗസ്റ്റായി എത്തിയ ശ്രീനിവാസൻ സർ ഷോയിലെ മെന്ററായ ശ്വേതയ്ക്കൊപ്പം മനോഹരമായ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ഈ റൗണ്ടിന്റെ ഭാഗമായി മുൻ സീസണിലെ ഏതെല്ലാം താരങ്ങളുടെ പെർഫോമൻസ് കാണാനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് കമന്റ് ചെയ്യൂ.